നമസ്കാരം എല്ലാവർക്കും. എഡിഹബ് മലയാളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കോഴ്സുകളല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ ഇതായിട്ട് നമ്മൾ ലിങ്ക്ഡിനെ പറ്റിയും നമ്മൾ അതിനകത്ത് വളരെ യാദൃശ്ചികമായി പറ്റിക്കപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ജോബ് കൺസൾട്ടൻസിയെ പറ്റി നമ്മൾ പറയുകയും അതിനോടൊപ്പം തന്നെ നമുക്ക് അതിന്റെ ബിഹാഫിൽ 2 കോളുകൾ വരികയും ചെയ്തിരുന്നു. അവരാരും വന്ന് കമന്റ് ചെയ്തില്ല. കാരണം അവർ കോൾ ചെയ്തെന്ന് പറഞ്ഞാൽ ആ കമന്റ് ചെയ്യേണ്ട അവർക്കൊരു അപകർഷത ബോധമോ നാണംകേടോ ആകാം. കാരണം അവർ പറ്റിക്കപ്പെട്ടവരാണ്. അപ്പൊ ഞാൻ അതിനെപ്പറ്റി പറയാനാണ്. ജോബ് കൺസൾട്ടൻസികൾ എങ്ങനെ തിരഞ്ഞെടുക്കണം, എന്താണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ മൊത്തം കണ്ടിരിക്കുക. എന്റെ ചാനൽ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ഉറപ്പായും മറ്റൊരാളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അധികം ഒന്നും താമസിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഈ ഒരു സമയം നമ്മളെല്ലാവരും ജോലിക്ക് വേണ്ടി കിടന്ന് പരക്കം പായുകയാണ്. പലർക്കും ജോലിയില്ല, പലർക്കും ജോലി ഉണ്ട്, പക്ഷെ നല്ലത് തേടുന്നു. ഇന്ന് നമ്മൾ ഓരോരുത്തരും പറ്റിക്കപ്പെടുന്ന ഏറ്റവും വലിയൊരു മേഖലയോട് തന്നെയാണ് ജോലി. കാരണം അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ആൾക്കാർ ഓടുമ്പോൾ കിട്ടുന്ന ഒരു പ്രശ്നമാണ്. കാരണം നമ്മൾ ഒരു കൺസൾട്ടൻസിയെ പോയി കാണുന്നു. നമ്മൾ ആ ഒരു കൺസൾട്ടൻസി എങ്ങനെയാ വേണം നമ്മൾ തിരിച്ചറിയാൻ. ഈ ഒരു കൺസൾട്ടൻസിയുടെ ലൈസൻസ് നമ്മൾ എടുക്കണം. ഇവന് എത്ര വർഷത്തെ പഴക്കമുണ്ട്, ഈ ഒരു ബിൽഡിങ്ങിൽ ഇവർ ഇരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി, ഇവരുടെ അഡ്രസ്, ഇവരുടെ ഗൂഗിളിലും ഇതിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ചില കൺസൾട്ടൻസി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരും നാളെ പൂട്ടും. അപ്പൊ നമ്മൾ അത് ഉറപ്പായിട്ട് തിരക്കണം. ഇവർ എത്ര കാലം മുതൽ ഇവിടെ ഉണ്ട്, ഇവരുടെ ബിഹാഫ് എന്താണ്, ഇവരുടെ എന്താ പറയുന്ന പഴയ കാലത്ത് എന്തൊക്കെയുണ്ട്, ടെസ്റ്റിമോണിയൽസ്, ഇവർ എത്ര പേരെ വിട്ടു, ഈ ഇന്നൊരു രാജ്യത്തേക്ക് വിടാനുള്ള പ്രത്യേക ലൈസൻസ് നിങ്ങൾക്കുണ്ടോ, ഇതൊക്കെ നമ്മൾ 100% നമ്മൾ തിരക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ ലോക്കൽ പോലീസ് സ്റ്റേഷനുകൾ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം ഇരിക്കുന്നതിന്റെ ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പോയിട്ട് ഈ ഒരു സ്ഥാപനത്തെ പറ്റി നമ്മൾ തിരക്കണം. സർ, ഈ ഒരു സ്ഥാപനത്തെ പറ്റി വല്ല കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, ആരെങ്കിലും പറ്റിച്ചോ എന്തോ, ഞാൻ അവിടെ ഒരു ജോബിന് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്, ഞാൻ എന്റെ പൈസ അവിടെ കൊടുക്കാൻ പോവുകയാണെന്ന് നമ്മൾ പറഞ്ഞാൽ അവർ നോക്കിയിട്ട് പറഞ്ഞു തരും ഇതിന്റെ പേരിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും 100% ശ്രദ്ധിക്കുക. നമ്മൾ എല്ലായിടത്തും നമ്മൾ ടെസ്റ്റിമോണിയൽസ് വാങ്ങിക്കുക. അവർ 5000 പേരെ 10000 പേരെ വിട്ടിട്ടുണ്ടാവാം. പക്ഷേ റാൻഡംലി എനിക്കൊരു 10 പേരുടെ നമ്പർ തരൂ, നിങ്ങൾ വിട്ട ആളാണെങ്കിൽ അല്ലെങ്കിൽ അതുമായിട്ടൊന്ന് സംസാരിക്കട്ടെ, എങ്ങനെയുണ്ട് എന്നുള്ളതെല്ലാം ഞാൻ നോക്കട്ടെ എന്ന് അവർ പറയുകയും നിങ്ങൾക്കത് നമുക്ക് നല്ല രീതിയിൽ നോക്കാനും നമുക്ക് ആ ഒരു സ്ഥാപനത്തെ പറ്റിയുള്ള ക്ലിയർ പിക്ചർ കിട്ടാനുമുള്ള സാധ്യതയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ എവിടെയും എങ്ങും നമ്മൾ നേരത്തെ പൈസ കൊടുക്കാതെ നമ്മളുടെ വിസ സ്റ്റാമ്പ് ചെയ്തതിന് ശേഷം കൊടുക്കുക. നിങ്ങൾ ആദ്യം പൈസ കൊടുക്കരുത്. കാരണം അതിനുള്ള ഒരു കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ വിളിച്ചതിൽ ഒരാള് ഒരു ഖത്തറിലേക്ക് പോകാൻ വേണ്ടി ഒരു കൺസൾട്ടൻസിയുമായിട്ട് മിങ്കിൾ ചെയ്തു. കുഴപ്പമില്ലാത്തൊരു കൺസൾട്ടൻസിയാണ്, പുള്ളി തിരക്കി, ഓക്കെ നല്ലതാണ്, ഒത്തിരി വട്ടം വിട്ടിട്ടുണ്ട്, ശരി. അദ്ദേഹം കൊടുത്തു. അപ്പൊ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഉടനെ ഉണ്ടാവും, ഇന്റർവ്യൂ ഉണ്ടാവും, ടെലിഫോണിക് ആയിരിക്കും. അപ്പൊ ആ പുള്ളിക്ക് ഒരു കോള് വന്നു. അവിടുന്ന് ആരോ സംസാരിച്ചു ഇംഗ്ലീഷിൽ. ഓക്കെ, പുള്ളി പറഞ്ഞു യു ആർ ഗോട്ട് സെലക്ട്. ഓക്കെ, പുള്ളി സന്തോഷിച്ചു, ഓ ജോലി കിട്ടിയല്ലോ. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇവര് തമ്മിലൊരു ഇതുണ്ടായിരുന്നു, തീറുണ്ടായിരുന്നു. മൊത്തത്തിൽ 2 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഓഫർ ലെറ്റർ വരുമ്പോൾ അതിനുശേഷം വിസ വന്നതിന് ശേഷം, ടിക്കറ്റും വിസയും വന്നതിന് ശേഷം മാത്രം ബാലൻസ് 1 ലക്ഷം കൊടുത്താൽ അപ്പൊ പുള്ളി വിശ്വാസമുണ്ട്, ശരിയാണ്, കാരണം 2 ലക്ഷം അവിടെ വേണം കൊടുക്കണമല്ലോ, അപ്പൊ ഉറപ്പായിട്ടും നല്ല കാര്യം ചെയ്തു തരും. ഇദ്ദേഹത്തിന് ഓഫർ ലെറ്റർ വന്നു, ഇദ്ദേഹം 1 ലക്ഷം കൊടുത്തു. അതിനുശേഷം ഇദ്ദേഹം ചോദിച്ചു ഞാൻ എന്റെ പാസ്പോർട്ട് തരട്ടെ വിസ അടിക്കാൻ. അപ്പൊ പറഞ്ഞു വേണ്ട, ഇപ്പൊ വേണ്ട, കുറച്ച് താമസമൊക്കെ ഉണ്ട്, നമ്മൾ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. പുള്ളി അപ്പൊ നോക്കിയപ്പോൾ ഓഫർ ലെറ്റർ ഉണ്ടല്ലോ, അതുമല്ല പാസ്പോർട്ട്, എനിക്ക് നല്ലൊരു മനുഷ്യൻ. ഓക്കെ, നമ്മൾ ഇദ്ദേഹം വീട്ടിൽ വന്നു. 1 ആഴ്ചയായി, 2 ആഴ്ചയായി, 1 മാസമായി, വിസയും വരുന്നില്ല, ഈ ഒരു വിളിച്ച ആളെ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. അപ്പൊ ഇദ്ദേഹം വിചാരിച്ചു ചിലപ്പോൾ ലോക്ക്ഡൌൺ ഒക്കെ അല്ലേ, അതുകൊണ്ടായിരിക്കും, ശരി, കുറച്ച് വെയിറ്റ് ചെയ്തു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു കസിൻ ഖത്തറിലുണ്ട്. അദ്ദേഹം ചോദിച്ചു എടാ എന്താ ഇനി കയറി വരുന്ന കാര്യം, എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഓഫർ ലെറ്റർ ഒക്കെ വന്നിട്ട് ഇതുവരെ വിസ എടുത്തു അടിച്ചില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞില്ല. ഓക്കെ, അപ്പൊ ഇദ്ദേഹം എന്തോ ചെയ്തു, ഇദ്ദേഹം ആ ഒരു ഓഫർ ലെറ്റർ അദ്ദേഹത്തിന് വാട്സപ്പിൽ അയച്ചു കൊടുത്തു. അദ്ദേഹം നോക്കി, ഓക്കെ നല്ലൊരു കമ്പനി, അവിടെയുള്ള ഏറ്റവും വലിയൊരു കമ്പനിയൊക്കെയാണ്, ശരി. ഇദ്ദേഹം എന്തോ ചെയ്തു, ആ കമ്പനിയിലെ HR-നെ നേരിട്ട് കാണാൻ പോയി. മാം ഇതുപോലെ ഈ എന്റെ ബ്രദറിന് കൊടുത്തതാണ്, അവനെ വരുത്താൻ പറ്റുമോ, നാട്ടിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവർ നോക്കിയപ്പോ ഇങ്ങനെ ഒരാളെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടില്ലല്ലോ, ഈ ഒരു ഓഫർ ലെറ്റർ ഞങ്ങളല്ല. അവർ നോക്കിയപ്പോ ശരിയാണ്, ഇത് വേറൊരാൾക്ക് കൊടുത്താണ്, അവിടെ അത് മറ്റേ
ഈ കമ്പനിയിലെ തന്നെ ആരെങ്കിലും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മേ ബി ഇതിന്റെ ഒരു സോഫ്റ്റ് കോപ്പി അയച്ചു കൊടുത്തിട്ട് ആ മണ്ടയില് വേറെ പേര് എഴുതി അത് പ്രിന്റ് എടുത്തതാണ്. കഷ്ടം. അവൻ ആ 1 ലക്ഷം ഇതുപോലെ എത്ര പേരെ പറ്റിച്ചിട്ടുണ്ടാവും. നമ്മളപ്പം 100% നമ്മൾ നോക്കുക. നമുക്ക് കിട്ടുന്ന ഓഫർ ലെറ്റർ നമ്മൾ അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു കമ്പനിയിൽ ലിങ്ക്ഡിൻ ആയിക്കോട്ടെ, നമ്മൾ ഏതൊരു മേഖല മീഡിയം വഴി നമ്മൾ അവിടെ നോക്കണം. അങ്ങനെ ഒരു കമ്പനി ഉണ്ടോ, അങ്ങനെ ഒരു ഓപ്പണിങ്സ് അവിടെ ഉണ്ടോ. എല്ലാ കമ്പനിയുടെ കരിയർ പേജിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഓപ്പണിങ്സ് ഉണ്ടാവും ഇല്ലേ. നമുക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. സോ നിങ്ങൾ ഡെഫിനറ്റ്ലി അതൊക്കെ നോക്കണം. ഇന്നത്തെ ഈ ഒരു സമയത്ത് നമ്മളെ പറ്റിക്കാനായിട്ട് നിന്ന് കൊടുക്കാൻ പാടില്ല. നിങ്ങൾ അത് ഉറപ്പായിട്ടും നിങ്ങൾ കരുതണം. നമ്മളെ ആരെങ്കിലും കൊണ്ടുപോകാനുണ്ടെങ്കിൽ നമ്മൾ വിസിനെ പോയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും മച്ച് ബെറ്റർ. ശരിയാണ്, ഇപ്പോൾ അവിടെയും ബുദ്ധിമുട്ടൊക്കെയാണ്. നമ്മൾ ഏറ്റവും നല്ലത് നമ്മൾ ഇന്ത്യയിൽ തന്നെ ഒരു പുതിയ ജോലി കണ്ടെത്തുക, അല്ലെങ്കിൽ നമ്മൾ എന്റർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളിപ്പോ എഞ്ചിനീയറിംഗ് പഠിച്ചൊരു വ്യക്തിയാണ്, നിങ്ങൾ ഒരു ആഡ് ഓൺ കോഴ്സ് കൂടെ പഠിക്കൂ. നിങ്ങൾക്ക് ആ ഒരു ആഡ് ഓൺ കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് വലിയ സാധ്യതകളാണ്. ഇപ്പൊ നമ്മളൊരു സിവിൽ എഞ്ചിനീയർ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാള് സേഫ്റ്റിയോടെ പഠിക്കുകയാണെങ്കിൽ അയാൾക്ക് ഫയർ മേഖലകളിൽ പോവാം. ഫയർ എഞ്ചിനീയർ ആയിട്ട് അല്ലെങ്കിൽ സേഫ്റ്റി എഞ്ചിനീയർ ആയിട്ട് ഇഷ്ടം പോലെ മേഖലകൾ ഓപ്പൺ ഉണ്ടെങ്കിൽ. കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ഒരു വ്യക്തിക്ക് അദ്ദേഹം നമ്മുടെ ഫൈബർ ഒപ്റ്റിക്സ് കൂടെ പോയി പഠിച്ചാൽ അയാൾക്ക് ലാഭകരമാണ്. അയാൾക്ക് ഇന്ന് എനിക്ക് തോന്നുന്നു KFON മുതൽ ജിയോയിലൊക്കെ 1000 10,000 വേക്കൻസികളാണ് ഓപ്പൺ ആവുന്നത്. അപ്പൊ അതിന് പോകാം. അതുപോലെ ഓരോ മേഖലകളില്ലേ. നിങ്ങൾ ഇലക്ട്രോണിക്സ് പഠിച്ചോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് പഠിച്ച ഒരു വ്യക്തി മൊബൈൽ റിപ്പയറിംഗ്, ലാപ്ടോപ്പ് റിപ്പയറിംഗ്, അങ്ങനെ പല ഹാർഡ്വെയർ കോഴ്സുകളുണ്ട്. നിങ്ങൾക്ക് അതുകൂടെ ചെയ്താൽ നിങ്ങൾക്ക് എന്തോരം സാധ്യതകളാണ് ഓപ്പൺ ആവുന്നത്. സോ നിങ്ങൾ ഉറപ്പായും നിങ്ങൾ 100 വട്ടം ചിന്തിക്കണം ഒരു കൺസൾട്ടൻസി പോകുന്നതിന് മുമ്പ്. കൺസൾട്ടൻസികളെ പറ്റി കൂടുതൽ അറിയാനും അല്ലെ അത് എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നറിയാൻ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഇല്ലെങ്കിൽ എന്റെ നമ്പറിൽ വിളിക്കാം 9745939509. നിങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരെയും നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു കൂട്ടുകാരനാവാം, നിങ്ങളുടെ അനിയനാവാം, നിങ്ങളുടെ ചേട്ടനാകാം, നിങ്ങളുടെ അയൽവക്കത്തെ ചേട്ടനാകാം, ആർക്കാണെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് അറിയട്ടെ. കാരണം ജോലി കിട്ടാതെ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി പരക്കം പായുന്നവർ എങ്ങനെ വേണം അവരൊരു കൺസൾട്ടൻസി കണ്ടെത്താൻ എന്ന് അവരോട് അറിഞ്ഞിരിക്കട്ടെ. നിങ്ങൾ ഉറപ്പായും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമാണ്, എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഇനേബിൾ ചെയ്യുക. നിങ്ങൾ ബെൽ ഐക്കൺ നിങ്ങൾ ഇനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം ഞാൻ വേറൊരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങൾ പോകുന്ന വഴികളിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സംശയമുണ്ട്, നിങ്ങൾ 100% അത് കമന്റ് ചെയ്യും. ഞാൻ എന്നെ കൊണ്ട് കഴിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ചെയ്ത് തരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോ വരുന്നവരെ ബൈ.